നോമ്പ് തുറക്കുന്ന സമയത്ത് ദാഹവും വിശപ്പും ഒക്കെ ഒരുപോലെ മാറ്റാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിന്റെ റെസിപ്പി ആട്ടോ. പിന്നെ നോമ്പ് തുറക്കുമ്പോൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിലും ഇത് ഉണ്ടാക്കി കൊടുക്കാൻ അടിപൊളിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കുക. ഞാനിപ്പോൾ അരക്കപ്പ് സാഗോ റൈസ് ഉണ്ടല്ലോ, നമ്മുടെ ചൗവരി സാബുനരി എന്നൊക്കെ ചിലർ പറയും, ഞങ്ങളിവിടെ ചൗവരി എന്നാട്ടോ പറയുക. ഇത് അരക്കപ്പ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ട് ഒരു 3 കപ്പ് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെന്ത് കഴിഞ്ഞാൽ ഇതിലുള്ള വെള്ളം ഒന്ന് ഒഴിവാക്കിയിട്ട് വേറെ കുറച്ച് തണുത്ത വെള്ളം ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കില്ല നമ്മൾ ഇത് ഈ ഒരു ഡ്രിങ്കിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ, വേറൊരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് സ്ട്രോബെറി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് ഉണ്ട് കേട്ടോ ഇത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 പാക്കറ്റ് പാല്, 1 കപ്പ് വെള്ളം, 1/2 കപ്പ് പഞ്ചസാര, ഇതെല്ലാം കൂടി നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചവ്വരി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇത് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള സ്ട്രോബെറിയുടെ മിക്സ് ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെറിയ ചൂടോട് കൂടി വേണമെങ്കിൽ കുടിക്കാം കേട്ടോ. നമ്മൾ തരിക്കഞ്ഞിയൊക്കെ കുടിക്കുന്നതിന് പകരം ഉണ്ട്. അതല്ലെങ്കിൽ ഇതൊരു 2-3 മണിക്കൂർ തണുപ്പിച്ചെടുത്തിട്ട് അങ്ങനെയും കുടിക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതും പിന്നെ കുറച്ച് വാട്ടർമെലോൺ സീഡ്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സോ സീഡ്സോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.